കാലവർഷം തകർത്തു പെയ്യുന്ന ജൂൺ ജൂലൈ മാസങ്ങൾ വലിയ ദുരന്തങ്ങളുടെ ഓർമ്മകളാണ്. അത്തരത്തിലൊരു വലിയ ദുരന്തമായിരുന്നു 6 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് പൂനെയിൽ സംഭവിച്ചത്. 1961 ജൂലൈ 12-ന് അന്നായിരുന്നു ഭാരതം കണ്ട ഏറ്റവും വലിയ അണക്കെട്ട് ദുരന്തങ്ങളിലൊന്ന് മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തെ തുടച്ചു നീക്കിയത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ ജലബോംബായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് വലിയ ആശങ്ക പടർത്തുമ്പോൾ പൂനെ ഡാം ദുരന്തം ചില ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് മുദ് നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാക്കാത്ത പെൻഷേദ് എന്ന മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടിലേക്ക് അന്ന് വെള്ളം ഇരച്ചു കയറി. സമ്മർദ്ദം താങ്ങാനാകാതെ ജൂലൈ 12 എന്ന ആ ദിവസം ആ അണക്കെട്ട് തകർന്നു വീഴുകയായിരുന്നു. പക്ഷെ ദുരന്തം അവിടെ തീർന്നില്ല. പൻഷേദ് തകർത്തൊഴുക്കിയ വെള്ളപ്പാച്ചിൽ ചെന്നെത്തിയത് താഴെയുണ്ടായിരുന്ന ഗഡ്ക്വാസ്ത എന്ന അണക്കെട്ടിലേക്ക്. ആ അണക്കെട്ട് കല്ലുകൊണ്ട് നിർമ്മിച്ചതായിരുന്നുവെങ്കിലും കാലപ്പഴക്കം ചെന്ന ആ അണക്കെട്ടിന് ആ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾക്കകം അത് തകർന്നു വീണു. ആരെയും നടുക്കിക്കളയുന്ന ചെയിൻ റിയാക്ഷൻ. പൂനെ നഗരത്തിന്റെ പകുതിയിലധികം ഭാഗവും മിനിറ്റുകൾക്കടകം വെള്ളത്തിനടിയിലായി. മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് വീടുകൾ ഒലിച്ചുപോയി. പാലങ്ങൾ തകർന്നു, റോഡുകൾ ഇല്ലാതായി. പൂനെ നഗരം ഒരു മഹാപ്രളയത്തിൽ മുങ്ങി. വീടിനുള്ളിൽ ഉറങ്ങിയിരുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കും മുൻപ് വെള്ളത്തിനടിയിലായി. 2000-ലധികം ജീവനാണ് ആ ഒരൊറ്റ പകലുകൊണ്ട് കാലയവനികയിൽ മറഞ്ഞത്. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു മാറാൻ സമയം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും കടക്കാതിരുന്നത്. മുല്ലപ്പെരിയാർ പോലുള്ള കാലപ്പഴക്കമുള്ള അണക്കെട്ടുകൾ ഓരോ മഴക്കാലത്തും ഉയർത്തുന്നത് വലിയ ആശങ്ക തന്നെയാണ്. ഓരോ ദുരന്തവും സംഭവിക്കുമ്പോൾ ഏവരും ഒരു ചോദ്യം ചോദിക്കും, ഇത് ഒഴിവാക്കാമായിരുന്നതല്ലേ? അണക്കെട്ടുകളുടെ സുരക്ഷ ഉറപ്പ് വരുത്തിയില്ല എങ്കിൽ പൂനെയിലെ ദുരന്തം അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ എവിടെയും ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്ന കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പൂനെയിൽ രണ്ടാമത് തകർന്ന അണക്കെട്ട് കല്ലും കുമ്മായം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. എങ്കിലും അങ്ങനെയാണെങ്കിൽ ചിന്തിക്കുക, ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൽ കുമ്മായ അണക്കെട്ടുകളിൽ ഒന്നാണ് കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1887 ഒക്ടോബർ 29-ന് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ 130-ലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പൂനെയിൽ കണ്ടതുപോലെ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിച്ചാൽ എന്താകും അവസ്ഥ? മുല്ലപ്പെരിയാറിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നായ ഇടുക്കി അണക്കെട്ടാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ജലപ്രവാഹം താങ്ങാൻ ഇടുക്കിക്ക് കഴിയുമോ? ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത ആ അനിശ്ചിതത്വത്തിന്റെ ഒടുവിൽ ഭീതിയോടും ആശങ്കയോടും കൂടെ കഴിയുന്നത് കേരളത്തിലെ 5 ജില്ലകളിലെ 30 ലക്ഷത്തിലധികം ജനങ്ങളാണ്. ഒരു വശത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന പഠനങ്ങളും പരിശോധനകളും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ മറുവശത്ത് അണക്കെട്ടിന്റെ പ്രായം, ഭൂകമ്പ സാധ്യത, അതിതീവ്ര മഴ എന്നിവയ്ക്ക് കുറിച്ചുള്ള ആശങ്കകളും വല്ലാതെ ഉയർത്തുകയാണ്. ഈ വിഷയങ്ങളിൽ വിദഗ്ധർക്കും സർക്കാരുകൾക്കും കോടതികൾക്കും വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം പരത്തുക എന്നതല്ല പ്രധാനം, മറിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1961 ജൂലൈ 12 പൂനെ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ തിരിച്ചറിവുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ്. ജലം ജീവനാണ്. പക്ഷേ അതേ ജലം സർവനാശത്തിന്റെ സംഹാര താണ്ഡവമായി മാറാനും സാധ്യതയുണ്ട്. അണക്കെട്ടുകൾ നാടിന്റെ ഐശ്വര്യം തന്നെയാണ്, എന്നാൽ അവ ജലബോംബുകൾ കൂടിയാണ് എന്ന കാര്യം ഓർമ്മയിലുണ്ടാകണം. ചരിത്രത്തിലെ ദുരന്തങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ്, ആവർത്തിക്കപ്പെടാനുള്ളതല്ല. അധികാരികൾ കണ്ണ് തുറക്കേണ്ടത് ദുരന്തത്തിന് ശേഷമാകാനും പാടില്ല.